തീർച്ചയായും അരുൺകുമാർ, ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ പ്രതിയുടെ മൊഴി വിശ്വാസയോഗ്യമാണ് എന്നാണ് ഇപ്പോൾ ചോറ്റാനിക്കര പോലീസ് പറയുന്നത്. പ്രതിയുടെ മൊഴി അനുസരിച്ച് ശനിയാഴ്ച രാത്രി 10:15 ഇയാൾ അവിടെ എത്തുന്നു. ഈ പെൺകുട്ടിയെ വിളിച്ചപ്പോൾ കോൾ വെയിറ്റിംഗ് ആയതിനെ തുടർന്ന് സുഹൃത്തിനൊപ്പം, അമ്പാടി എന്ന സുഹൃത്തിനൊപ്പം ബൈക്കിൽ ഈ വീട്ടിലേക്ക് എത്തുന്നു. ഈ പ്രതി അനൂപിനെ അവിടെ ആക്കിയ ശേഷം ഈ സുഹൃത്ത് തിരിച്ചു പോകുന്നു. പിന്നീട് വീട്ടിലെത്തിയ ശേഷം ഇത് ആരെയാണ് വിളിച്ചതെന്ന് സംബന്ധിച്ച് ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. രാത്രി 2 മണി വരെ ഈ പെൺകുട്ടിയെ ഇയാൾ മർദ്ദിക്കുന്നു. അതിനുശേഷം പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനായി ഷോൾ എടുത്ത് കഴുത്തിൽ കെട്ടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നു. ഈ പെൺകുട്ടി തൂങ്ങുന്നത് കണ്ട് ഇയാൾ ഓടിച്ചെന്ന് പിടിച്ചുയർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ ഒരു സ്പോർട്സ് താരം കൂടിയാണ് പെൺകുട്ടി, അതുകൊണ്ട് തന്നെ ഒരു നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പയ്യന് ഈ കുട്ടിയെ ഉയർത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഇയാൾ അടുക്കളയിൽ പോയി ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് ഷോള് മുറിച്ച് ഈ പെൺകുട്ടി താഴേക്ക് വീഴുന്നു. താഴേക്ക് വീണ പെൺകുട്ടി അലറി വിളിക്കുന്നുണ്ട്. അത് ഈ ശ്വാസം എടുക്കാൻ ശ്രമിച്ചതായിരുന്നു. അതായത് ഏകദേശം ഒരു 2-2.5 മിനിറ്റോളം കുട്ടിക്ക് ശ്വാസം കിട്ടാതെ പിടഞ്ഞപ്പോഴാണ് ഇയാൾ കത്തിയെടുത്ത് ഷോള് മുറിച്ച് താഴെ ഇടുന്നത്. ആ സമയത്ത് അലറി വിളിച്ചപ്പോൾ സമീപത്തുള്ള അയൽവാസികൾ കേൾക്കുമെന്ന് ഭയന്ന് ഇയാൾ ഈ പെൺകുട്ടിയുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു. ഇതോടുകൂടി ഈ പെൺകുട്ടി കോമയിലേക്ക് പോയി. പിന്നീട് ഇയാൾ വെള്ളം കോരി ഒഴിച്ചു. വെള്ളം കൊണ്ടുവന്ന് ഈ കുട്ടിയുടെ മുഖത്തും പിന്നീട് ദേഹമാസകലും ഒക്കെ ഒഴിച്ചു, ബോധം വീണ്ടെടുക്കാനായി. പക്ഷേ ഈ കുട്ടിക്ക് പിന്നീട് ഈ ഫിക്സ് വരികയാണ്. ഫിക്സ് വന്ന ശേഷം ഇയാൾ ഒരു ചുറ്റിക കൊണ്ടുവന്ന് കയ്യിൽ പിടിപ്പിച്ച് അങ്ങനെ ഫിക്സിന് ഒരു കുറവ് വന്നു. അതിന് പിന്നാലെ ഈ നനഞ്ഞ വസ്ത്രങ്ങൾ കാരണം കുട്ടി വിറയ്ക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചു. അതായത് ഈ കുട്ടിയുടെ ബോഡി ഷിവർ ചെയ്യുകയായിരുന്നു. അത് ഈ ഫിക്സ് വന്നതിന് പിന്നാലെ ഉണ്ടതായിരുന്നു. ഈ കുട്ടി വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇയാൾക്ക് ഇതൊന്നും മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. അയാൾ എന്നിട്ട് ഈ കുട്ടിയുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റുകയാണ് ചെയ്തത്. അവിടെ ബലാത്സംഗം നടന്നില്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. ഇതിനുശേഷം, അതായത് പുലർച്ചെ 2 മണിയോടെയാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിനുശേഷം 4 മണിക്കൂറോളം അയാൾ ആ വീട്ടിൽ തന്നെ ഇരുന്നു. പക്ഷേ ആരെങ്കിലും വിളിച്ച് ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ജീവൻ ഉണ്ടോ എന്ന് പരിശോധിക്കാനോ സുഹൃത്തുക്കളെ വിളിക്കാനോ ഒന്നും ഇയാൾ തയ്യാറായില്ല. ഇയാൾ 4 മണിക്കൂറോളം ഈ പെൺകുട്ടിയുടെ അരികിൽ തന്നെ ഇരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗുരുതരമായ കാര്യം. അതിനുശേഷം രാവിലെ 6 മണിയോടെ സുഹൃത്തിനെ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ ഒപ്പം ബൈക്കിൽ പോവുകയാണ്. എന്തായാലും നിലവിൽ ഈ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ ചോറ്റാനിക്കര സംഭവം, ആ പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിലെല്ലാം കുറച്ച് പേരൊക്കെ കമൻറ്റ് ഇട്ടു, എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ട് വേണ്ടേ വീഡിയോ ചെയ്യാൻ. പക്ഷേ ഒരു സംഭവം നടന്നു, മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാ വിവരങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടില്ല. വാർത്താ ചാനലുകളിൽ വരുന്ന കാര്യങ്ങൾ വെച്ചാണ് റിയാക്ട് ചെയ്തത്. ഇന്നലെ ഞാൻ ഈ ഒരു സൈഡിൽ റിപ്പോർട്ടർ ചാനലിലെ വാർത്ത കാണിച്ചിട്ട് അതിനെപ്പറ്റി ആ പെൺകുട്ടിയുടെ അമ്മ എന്തുകൊണ്ട് ആ കൊച്ചിനെ അവിടെ ഒറ്റയ്ക്കാക്കി പോയി അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പൂർണ്ണമായിട്ട് എല്ലാ വിവരവും ശേഖരിച്ചുകൊണ്ട് വന്ന് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു സംഭവം നടന്നാൽ അന്നേരം തന്നെ സാധിക്കുന്ന കാര്യമല്ല. പലരും അങ്ങനെ പറഞ്ഞു, എല്ലാ വിവരവും അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം. എല്ലാ വിവരവും അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യണേ നമ്മൾ ഒരു ദിവസം 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യണം. അല്ലാതെ പൂർണ്ണമായിട്ട് നമുക്ക് വിവരം എല്ലാം ഒരു സംഭവം നടക്കുമ്പോഴേ കിട്ടുമോ? പോലീസുകാർക്ക് തന്നെ കിട്ടുകയില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ വാർത്താ ചാനലുകൾ ഇടുന്നതാണ് എടുത്ത് അന്നേരം അറിയുന്ന വരും. ഇന്നിപ്പോൾ അറിഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഇപ്പം നിങ്ങൾ കേട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ച അനൂപ് എന്നാണ് പ്രതിയുടെ പേര്. ശനിയാഴ്ച ആ പയ്യൻ ഈ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് ഈ പെൺകുട്ടിയുടെ ഫോണിൽ വിളിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ ഫോൺ എൻഗേജ്ഡ് ആയപ്പോൾ അവൻ സംശയരോഗിയാണ്, സൈക്കോയാണ്. അപ്പോൾ അവന് സംശയമായി എന്നെപ്പോലെ തന്നെ ഇവൾ പലരെയും സ്നേഹിക്കുന്നുണ്ടെന്ന്. അത് വെച്ച് അവൻ അവിടെ പോയി അവളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അവളുമായിട്ട് വഴക്കുണ്ടാകുന്നു. ആ വീട്ടിലുള്ള പല സാധനങ്ങൾ ഉപയോഗിച്ച് ആ കുട്ടിയുടെ തല ഇടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അവന്. പിന്നെ കിട്ടാവുന്ന എല്ലാം വെച്ച് മാക്സിമം ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ആ കൊച്ച് ഷാളെടുത്തിട്ട് ആ കൊച്ച് തന്നെ തൂങ്ങിച്ചാകാൻ വേണ്ടി തൂങ്ങിയിട്ട് ഒരു 2.5 മിനിറ്റേലും കഴിഞ്ഞിട്ടാണ്, 3 മിനിറ്റ് തൂങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചത്തുമ്പോൾ. അപ്പോൾ 2.5 മിനിറ്റേലും കഴിഞ്ഞപ്പോഴാണ് ഈ പയ്യൻ ഈ കൊച്ചിനെ അറുത്തിടുന്നത്. ആദ്യം പൊക്കാൻ നോക്കിയിട്ട് ഈ കൊച്ച് സ്പോർട്സുകാരാണ്, അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു പെങ്കൊച്ചാണ്. ഈ പയ്യൻ ഇവളെ പൊക്കാൻ പറ്റാതെ വന്നപ്പോൾ അവൻ അടുക്കള പോയി കത്തി എടുത്തോണ്ട് വന്ന് ഷാള് മുറിച്ച് താഴെയിട്ടപ്പോൾ ആ കൊച്ച് ശ്വാസം കിട്ടാതെ നിലവിളിച്ചപ്പോൾ അയൽക്കങ്കാർ കേൾക്കുമല്ലോ എന്നോർത്ത് വാ പൊത്തിപ്പിടിച്ചു. ആ വാ പൊത്തിപ്പിടിച്ചത് ഏറ്റവും കൂടുതൽ അപകടമായി കോമയിലേക്ക് പോകാൻ കാരണമായെന്ന് പോലീസുകാർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ കൊച്ചിന് ഫിക്സ് വന്നു, ഷിവറിങ് വന്നപ്പോൾ ഇവൻ ബോധം തെളിയാൻ വേണ്ടി കുറേ വെള്ളം കൂടെ കോരി ഒഴിച്ചു. അങ്ങനെയൊക്കെയാണ്. പിന്നീട് അവൻ അവിടെ രാവിലെ വരെ ഇരുന്നിട്ടും ഒരാളെ വിളിച്ച് കൊച്ചിനെ ആശുപത്രിയിലാക്കാനോ ഒന്നിനും അവൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് അവൻ്റെ ദുഷ്ടത്തരം. ആ ഒരു സംഭവത്തിനോടനുബന്ധിച്ചുള്ള ഇത്. പിന്നെ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ ഈ അമ്മ ഇവരെ ഇട്ടിട്ട് പോയല്ലോ എന്ന് എല്ലാവരും പറയുന്നു. ഞാനും ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പം ഇതിനെപ്പറ്റി ഇന്ന് വാർഡ് മെമ്പർ പറയുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സൈഡ് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ഒരു മറു സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ
കൊച്ചിനെ എടുത്തു വളർത്തിയതായത്. അത് ഇന്നലെ ഞാൻ പറഞ്ഞു, എടുത്തു വളർത്തിയതാണ്. അപ്പോൾ ഇവനും ഇവളൂടെ കൂടി ആ സ്ത്രീയെ ഇല്ലാതാക്കാനുള്ള ഒരു ചാൻസ് ഇതിൻ്റെ അകത്ത് കിടപ്പില്ല. കാരണം ആ സ്ത്രീ മരിച്ചാൽ ഈ സ്വത്തുക്കൾ മുഴുവൻ ഈ പെങ്കൊച്ചിന് വരുള്ളൂ. ഈ സ്വത്തൊക്കെ അനുഭവിക്കണ ആ സ്ത്രീ കൂടെ ഉള്ളപ്പം അത്ര അവനത് സാധിക്കില്ല. അപ്പോൾ അവനും അവളോട് വേണമെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ ഇടാം, അവരെ അങ്ങ് തീർക്കാമെന്ന്. അപ്പോൾ അവർക്കെതിരെ ഇവൻ 1-2 പ്രാവശ്യം ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് എയർഫോഴ്സിലോ സൈനിക ഉദ്യോഗസ്ഥനാണ്. അപ്പം ആ ഒരു സൊസൈറ്റിയിലോ ഗ്രൂപ്പിലോ ഒക്കെ അവർ പരാതി പറഞ്ഞായിരിക്കും ഈ ഒരു പയ്യൻ ഇങ്ങനെ വന്ന് ഉപദ്രവിക്കുന്നത്. അപ്പോൾ അവർ ഇതിൻ്റെ അകത്ത് സൈനിക ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ട് ഒരു സൈനികരുടെ ഷെൽട്ടറുണ്ട്, ഒരു സദനം പോലുള്ളിടത്ത് ആ സ്ത്രീയെ കൊണ്ടാക്കി അവരവിടെ ജീവിച്ചു. കാരണം ഇവൻ അവരെയാണ് ഉപദ്രവിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നാട്ടുകാരാണേലും വന്ന പട്ടാളക്കാരാണേലും നാട്ടുകാരും ഒക്കെ ചിന്തിച്ച് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പെണ്ണും ഇവനും തമ്മിൽ സ്നേഹമല്ലേ, ഇവളെ ഇവൻ ഉപദ്രവിക്കുന്നുള്ളതല്ല, ആ സ്ത്രീയെ ആയിരിക്കും ഇവൻ നോട്ടം ഇട്ടിരിക്കുന്നത്, അവരെ ആയിരിക്കും ഇല്ലാതാക്കുന്നത് എന്നുള്ള രീതിക്കാണ് നാട്ടുകാരും മറ്റുള്ള ആൾക്കാരും ചിന്തിച്ച് ആ സ്ത്രീയെ മാറ്റിയത്. ഇവൻ ഒരു സൈക്കോ ആണ്. ഈ പെങ്കൊച്ച് വേറെ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്, ഇവനോട് മാത്രമല്ല എന്നുള്ള ഒരു സംശയരോഗിയാണ് അവൻ. അപ്പോൾ അത് വെച്ച് വഴക്കുണ്ടാക്കി ആ സ്റ്റേജിലേക്ക് പോയതാണ്. അവൻ തന്നെ തീർക്കും, അല്ലേലും അവൻ്റെ കൂടെ പോയാലും അവൻ തീർക്കും. സൈക്കോയും സംശയരോഗിയാണ്. സംശയരോഗികളുടെ കൂടെ ഒരു സെക്കൻഡ് പോലും സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ അമ്മ ഈ കൊച്ചിനെ ഇട്ടേച്ച് പോയതിൻ്റെ ഒരു ന്യായം എന്താണെന്ന് വെച്ചാൽ, അവൻ്റെ നോട്ടം അവരെ ഇല്ലാതാക്കാനാണ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ പെങ്കൊച്ചിനെ ഒത്തിരി പ്രാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് അവരിട്ടിട്ട് പോയത്. കാരണം ദത്തെടുത്ത കൊച്ചായതുകൊണ്ട് ഇവരില്ല, അല്ലേലും ഇല്ലാതായ സ്വത്ത് മുഴുവൻ മക്കൾക്കാണല്ലെത്തുക. അപ്പോൾ പെട്ടെന്ന് ചിലപ്പം ഇല്ലാതാക്കാൻ ആ കൊച്ചും അവനോട് കൂട്ട് നിൽക്കുമോ എന്നൊരു ചിന്ത നാട്ടുകാർക്കുണ്ട്. പിന്നെ ഇവനൊരു ക്രിമിനലാണ്, അവിടെ വന്ന് നിന്ന് നാട്ടുകാരെ മുഴുവൻ വെല്ലുവിളിക്കും, പുറത്തോട്ട് ഇറങ്ങുക കാണിക്കാന്ന് പറയും. അവിടെ 20 പേരടങ്ങുന്ന ഫാമിലി മാസ് പെറ്റീഷൻ എടുത്ത് ചോറ്റാനിക്കര കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസുകാർ വന്ന് ഈ പെങ്കൊച്ചിനെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ പയ്യനുമായിട്ടുള്ള ബന്ധം വിടണമെന്നും പറഞ്ഞ് ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നീട് ഈ കൊച്ചിനെ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതിജീവിതയാണ്. 2021 പീഡനത്തിനിരയായിട്ടുണ്ട്. ആ കഥ കേട്ട് വരുമ്പോൾ ഇത് നമ്മുടെ കേരളത്തിലാണോ നടന്നതെന്ന് ഓർക്കും. കാരണം ബസ് ജീവനക്കാരാണ് പീഡിപ്പിച്ചതെന്ന് പറയുന്നത്. അവന്മാർ കുറേ കാലം അകത്ത് കിടന്നിട്ടുണ്ട്, ഇപ്പോഴും കേസ് നടക്കുകയാണ്. എറണാകുളം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവന്മാർ പീഡിപ്പിച്ചത് പോരാഞ്ഞിട്ട്, അതാണ് നമ്മുടെ കേരളത്തിലാണോ നടന്നതെന്നുള്ളത്. എന്നിട്ട് അവന്മാർ ഇത് വെച്ചോണ്ട് വീണ്ടും ഈ ഇവരുടെ വീട്ടിൽ ഈ അമ്മയും മോളും മാത്രം, അച്ഛൻ മരിച്ചുപോയി, അമ്മയും മോളും മാത്രം താമസിക്കുന്ന ഈ വീട്ടിൽ കയറി ഈ ബസ്സിലെ ജീവനക്കാർ വീണ്ടും ഈ പെങ്കൊച്ചിനെ പീഡിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. അത് അവിടുത്തെ ഒരു ആശാവർക്കർ അറിഞ്ഞിട്ട്, ആശാവർക്കർ ശിശുക്ഷേമ വകുപ്പിൽ എങ്ങാണ്ട് പറഞ്ഞിട്ട് അവർ വന്ന് ഈ കൊച്ചിന് കൗൺസിൽ ചെയ്യുകയും എടുക്കുകയൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. എന്നിട്ട് അതായത് പീഡനം കഴിഞ്ഞിട്ട് ഇവന്മാർ ഇതിനെ ഉപദ്രവിക്കുന്ന ആ ഒരു ആശാവർക്കറെ കണ്ണിപ്പെട്ടു. അത് ആശാവർക്കർ ഇവരുടെ ഈ വീട്ടിലോട്ട് ഈ ബസ് ജീവനക്കാർ വരുന്നത് കണ്ടാണ് അതൊരു പുറത്തു വന്നത്, ആ വാർത്ത പുറത്തു വന്നത്. അതിൻ്റെ കേസ് നടക്കണം. ഓൾറെഡി ആ കേസ് നടക്കുമ്പോഴാണ് ഈ കൊച്ച് ഇൻസ്റ്റാഗ്രാം വഴി ഈ സൈക്കോയെ പരിചയപ്പെട്ടിട്ട് ഇപ്പം ഈ പരുവത്തിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ വാർഡ് മെമ്പർ പറയുന്ന കാര്യങ്ങളോടെ ഒന്ന് കേൾക്കാം. എന്തുകൊണ്ട് അമ്മ വേറൊരു ഷട്ടറിലോട്ട് മാറി എന്നതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ പതിവായിട്ട് ആളിവിടെ വരാറുണ്ടല്ലേ? അതിൽ സ്ഥിരം സന്ദർശകനാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാത്രി, ശനിയാഴ്ച രാത്രിയാണെന്നാണ് പറയുന്നത്, ആ സമയത്ത് ഈ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല? ഇയാളെങ്ങനെ രാത്രി ഇവിടെ വന്ന് വേറെ ആരും കണ്ടു? രാത്രിയാണല്ലോ പുള്ളി സ്ഥിരം വരുന്നത്. അപ്പോൾ ശനിയാഴ്ച രാത്രി അമ്മ 2 ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. അമ്മ ഈ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ് ഇവർ. അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും വധഭീഷണി നേരിടുന്നുണ്ടായിരുന്നു ഈ വരുന്ന ഈ പയ്യനും ഇവൻ്റെ കൂട്ടാളികളിൽ നിന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ സൈനിക ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും അവർ വന്നു. നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി, അതുപോലെ തന്നെ ഞങ്ങളെല്ലാം വന്നു, ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയെ ഇവിടെ ജീവന ഭീഷണി എന്നുണ്ടെങ്കിൽ അങ്ങ് പോകാൻ പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി കാക്കനാട് കൊണ്ടുപോയി പാർപ്പിക്കുകയുണ്ടായി. കാക്കനാട് അവിടെ പാർപ്പിച്ചു? സൈനിക ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ എന്തോ ഒരു ക്വാർട്ടേഴ്സ് സംവിധാനം എന്തോ ഉണ്ട്. പയ്യൻ ഇവിടെ ഇവൻ സ്ഥിരം വരും. അവൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ അത്ര ബോഡി ലാംഗ്വേജ് അത്ര സുഖമല്ല. അപ്പോൾ ഇവൻ വണ്ടിയൊക്കെ വട്ടം വയ്ക്കുകയും ഇവിടെ നാട്ടുകാരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത് ഈ പ്രദേശവാസികളെ വണ്ടി മാറ്റാൻ പറഞ്ഞാൽ മാറ്റില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു 3-4 പേര് കൂടി ചോദ്യം ചെയ്തപ്പോഴേക്കും അവരെല്ലാം ഭീഷണിപ്പെടുത്തി, പുറത്തേക്ക് ഇറങ്ങിയാൽ കണ്ടോളാം എന്നുള്ള രീതിയിലൊക്കെ ഭീഷണി മുഴക്കിയിട്ട് അവൻ പോയി. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഇവരെല്ലാവരും കൂടി ഒരു 20 കുടുംബങ്ങളൊന്നിച്ച് ഒരു മാസ് പെറ്റീഷനായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞ 3-ാം തീയതി. വേറെ ആളുകളെ ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? വേറെ ആളുകളെ ആക്രമിക്കുക ചെയ്തിട്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ആളുകൾ ആശങ്കയിലായിരുന്നു. ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം ആശങ്ക നിലനിന്നിരുന്നു. ഇവരിൽ നിന്ന് ഏത് നിമിഷവും ഒരു ഭീഷണി ഇവൻ ഭീഷണി മുഴക്കിയേക്കണോണ്ടൊരു സ്വാഭാവികം എല്ലാവർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു. ആർക്കാ മാസ് പെറ്റീഷൻ കൊടുത്തിരുന്നത്? ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷൻ.
ഇവര് ഈ നേരത്തെ കുട്ടിയോ അല്ലെങ്കിൽ അമ്മയൊക്കെ ഉപദ്രവിച്ചതായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അറിയോ? അമ്മേനെ പലവട്ടം ഇപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ചാൽ ഇവൻ ഒരു ശല്യക്കാരൻ, ക്രിമിനലായിട്ടുള്ള ഒരു പയ്യൻ നിരന്തരം അവിടെ വന്ന് അവരെ എല്ലാം നാട്ടുകാരെ എല്ലാം ബുദ്ധിമുട്ടും. അപ്പോൾ അവർ അത്രയും പേര് പെറ്റീഷനായിട്ട് കൊടുത്തു. അപ്പോൾ അവർ ശരിക്കും ആ പയ്യനെ എങ്ങനെയാണോ കാണുന്നത് അതേ കണ്ണിലൂടെയാണ് ഈ പെൺകുട്ടിയെ കാണുക. ഒന്നുമല്ലേ അതിലും മുകളിലാണ് കാണുക. അതാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക്. അതായത് ആ പെണ്ണാണല്ലോ ഈ പയ്യനെ വിളിച്ചു വരുത്തുന്നതും പ്രേമിച്ചതും എല്ലാം. അതുമൂലം നാട്ടുകാർക്കും ആ അമ്മയ്ക്കും എല്ലാം ബുദ്ധിമുട്ടാകുന്ന ഒരു ശല്യക്കാരനായ ഒരു വ്യക്തിയെ ആ ഭാഗത്തേക്ക് എത്തിച്ചത് ഈ പെൺകുട്ടിയെ. അതേ ശല്യക്കാരനായ ഒരു മനുഷ്യനെ മാറ്റി കിട്ടണോ എന്നും പറഞ്ഞാണ് അവർ കൊണ്ട് ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത്. മാസ് പെറ്റീഷൻ നിങ്ങൾക്കറിയാലോ, എല്ലാവരും കൂടെ ഒപ്പിട്ട പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്താൽ മതി, അപ്പോൾ അത് നടപടിയെടുക്കും. അങ്ങനെ വന്ന അപ്പോൾ ആ ജനങ്ങളുടെ ഒരു കണ്ണിൽ എന്താ കാണുമെന്ന് ചോദിച്ചാൽ ആ പയ്യനെക്കാട്ടും മുകളിൽ ഈ പെൺകുട്ടിയെ അവർ വെറുക്കുന്നുണ്ട്. ഇവൾ കാരണമാണല്ലോ ഇത് വന്ന്. രണ്ടാമത് ആ അമ്മയെ ഭീഷണിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഭർത്താവ് പോലും കൂടെയില്ല. ഒരു പെൺകുട്ടിയെ എടുത്ത് വളർത്തുകയും ചെയ്യുന്ന ആ സ്ത്രീയെ അതുപോലെ ഉപദ്രവിക്കാൻ തക്ക ഒരുത്തനെ ഈ വീട്ടിൽ വിളിച്ച് കയറ്റിയ ഒരു പെൺകുട്ടി. അപ്പോൾ ആ പെൺകുട്ടിയോട് നാട്ടുകാർക്ക് യാതൊരു ഇതും തോന്നുകയില്ല. പിന്നെ പോലീസുകാർ വന്ന് ഉപദേശിച്ചു, ഇവനുമായിട്ടുള്ള ക്രിമിനലാണ്, ഇവനുമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ പിന്നെ നാട്ടുകാരെന്താ ചെയ്യുക, കഴിയാവത് അമ്മയെ സേവ് ചെയ്യാൻ നോക്കും. അതാണ് ഈ കേസിൽ സംഭവിച്ചത്. പക്ഷേ ഈ കേസ് ആദ്യം തൊട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ നടന്നതാണല്ലോ എന്ന് അതിശയം തോന്നും. കാരണം ഇതിൻ്റെ അകത്തെല്ലാം ഒരു മേൽക്കോയ്മയാണ്. ഇപ്പോൾ ഈ അനൂപെന്ന് പറയുന്നവനാണേലും അവൻ ഈ ആണുങ്ങളില്ലാത്ത വീടെന്നുള്ളത് കയറി അവൻ കയറി അങ്ങ് മെതിക്കുകയാണ് ചെയ്തത്, കയറി നിരങ്ങുകയാണ് അവൻ ചെയ്തത്. മറ്റേ ബസ് ജീവനക്കാരുടെ കാര്യം പറഞ്ഞാൽ അവരും കയറി അങ്ങ് മെതിക്കുകയാണ് ചെയ്തത്. ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നുള്ള രീതിയിൽ. ഈ പെങ്കൊച്ചാണെങ്കിൽ ഒരു കഥയില്ലാത്ത പെങ്കൊച്ച്, ഒന്നും ചിന്തിക്കുന്നുമില്ല, ഒന്നുമില്ല. പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ തന്നെ ഒരു ടൈപ്പ് സ്വഭാവവും കാണിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ ആരും പറയുന്ന അനുസരണ ഇല്ലാഴികയും വന്ന് കാണാം. കാരണം അച്ഛൻ നേരത്തെ മരിച്ചു കഴിയുമ്പോൾ ഈ അമ്മമാരെ പിള്ളേർ അത്ര കണ്ടങ്ങോട്ട് ഭയപ്പെടുകയൊന്നുമില്ല. അമ്മ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്ന അത്രയൊന്നും കേട്ട് കാണില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി ബന്ധം എന്ന് പറഞ്ഞാൽ ആദ്യം ഇവന്മാരൊക്കെ ഭയങ്കര ഒലിപ്പീരായിരിക്കും. ആ ഒലിപ്പീരിലാണ് ചെന്ന് വീഴുന്നത്. പിന്നെ കാര്യത്തോടടുത്ത് കഴിയുമ്പോഴാണല്ലോ സൈക്കോ ആണ് തിരിച്ചറിയുക. നമ്മൾ കഴിഞ്ഞ ദിവസം ആതിരയുടെ കാര്യം നമ്മൾ കേട്ടതല്ലേ, ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ വരുമ്പം ഇവന്മാർ ഭയങ്കര ഒലിപ്പീരായിരിക്കും. അത് തിരിച്ചറിയാൻ സ്ത്രീകൾക്ക് കഴിയില്ല. അതിൽ ചെന്ന് അങ്ങോട്ട് വീണ് കണ്ണല്ലാത്തെല്ലാം പൊന്നാക്കിയേക്കുക എന്നുള്ള ചക്ര വർത്താനത്തിൽ വീണിട്ട് പിന്നെ കൈകാലിട്ട് അടിക്കും. പിന്നെ ജീവിക്കാൻ പിന്നെ ആരോടും പറയാനും ഒന്നും മേലാത്ത അവസ്ഥയാകും. ഒരുമാതിരിയൊക്കെ ഇങ്ങനെ ജീവൻ എടുത്തുകൊണ്ട് തന്നെ പോകും. ഇപ്പോൾ ആ കുട്ടി ആ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ഇതിൻ്റെ അകത്ത് റേപ്പ് നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പ്രതി പറഞ്ഞത് ഒക്കെ കുറേ എല്ലാം ശരിയാണെന്നാണ് പോലീസ് ഇപ്പോൾ ശരിവെക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ കൊച്ച് ഇതുപോലെ തൂങ്ങി മരണത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് മറ്റുള്ള സൂയിസൈഡ് പോലെയല്ല, മറ്റുള്ള വല്ല വിഷമൊക്കെ കഴിച്ചിട്ടാണ് വയറൊക്കെ കഴിയും, എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ആരോഗ്യം വീണ്ടെടുക്കാമെന്ന് ഓർക്കാം. പക്ഷേ തൂങ്ങി മരണം എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ ഇവിടുത്തെ എല്ലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നാലും അത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. സൗണ്ട് പോലും നേരെ കിട്ടില്ല. കഴുത്തല്ലേ ഇവിടുത്തെ എല്ലാം ഒടിയുന്നത്. തൂങ്ങി മരിക്കുക എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ് മതി തൂങ്ങി മരിക്കുക. കാരണം കോടതി വിധി പ്രകാരം തൂക്കിക്കൊല്ലുന്നതിൻ്റെ സമയം പറയുന്ന 3 സെക്കൻഡ് എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ സോഷ്യൽ മീഡിയ കണ്ടതാണ്. പക്ഷേ അതേപോലെ 3 മിനിറ്റും തലച്ചോറിലോട്ട് ഓക്സിജൻ ചെന്നില്ലേ ഈ പറഞ്ഞത് നമ്മൾ മുങ്ങി മരിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഏതായാലും ഈ കൊച്ചിനെ അവൻ 2.5 മിനിറ്റ് അങ്ങാണ്ട് കഴിഞ്ഞിട്ടാണ് അവന് അറുത്തിടാൻ പറ്റിയ ഷാള്. അതിപ്പോൾ ഓക്സിജൻ ഇല്ലാതെ തലച്ചോറിലോട്ട് അത്രയും സമയം ഓക്സിജൻ ഇല്ലാതെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഇനിയിപ്പോൾ അത് എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷേ എവിടെയൊക്കെയോ വരികൾക്കിടയിൽ വായിക്കാമെന്ന് പറഞ്ഞ പോലെ എവിടെയൊക്കെയോ കുറേ പൊരുത്തക്കേടും മിസ്റ്റേക്കുകളും കിടപ്പുണ്ട്. കാരണം ഇച്ചിരൂടെ ഒരു കാര്യഗൗരവത്തോടെ ഈ ഒരു വിഷയങ്ങളെയൊക്കെ ആ നാട്ടുകാരാണേലും ഒരു ആൺതുണയില്ലാത്ത വീട്ടുകാരാണ്. അപ്പം നാട്ടുകാരാണേലും അവർക്കൊരു സഹായം പോലെ നിൽക്കുക. അല്ലെങ്കിൽ ഈ പെങ്കൊച്ചിനെ വല്ല കൗൺസിലിംഗ് ഒക്കെ നടത്തി ഒന്ന് സ്വഭാവം മാറ്റിയെടുക്കുക. അതൊക്കെ ശ്രമിച്ചായിട്ടും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ഇതൊന്നും ശ്രമിക്കാതെ ഏതായാലും പോകെ ഇത്രയും വലിയൊരു ദുരന്തത്തിൽ ചെന്ന് ഈ ഒരു കാര്യം അവസാനിച്ചു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.